ഉണ്ട് കോട്ട്. കാരണം കൈയൊക്കെ നല്ല മരവിപ്പ് വരുന്നുണ്ട്, കാലൊക്കെ മരവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാട്ടിലും തണുപ്പാണ് ഉസ്ബെക്കിസ്ഥാൻ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. സലാം ഇന്ത്യ. സലാം ഇന്ത്യ. അസ്സലാമു അലൈക്കും ഇന്ത്യ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ഇപ്പോൾ ഒരു ബുൾസൈ കൊടുന്ന്, അതുപോലെ തന്നെ ഒരു ഗുഡ് മോർണിംഗ് സമർകാന്ത്. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്ന ഹോം സ്റ്റേൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഈ ഒരു കാണുന്നത്. ഇതാണ് ഇങ്ങനത്തെ ഈ ഒരു ഏരിയയിൽ ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ ഉണ്ടായിരുന്നത്. ഹോസ്റ്റലാണ്, പക്ഷേ ഹോസ്റ്റലിൽ വേറെ ആരുമില്ല, 3 ബെഡ്, നമ്മൾ മാത്രമായിരുന്നു. എൻ്റെ പുറത്തത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ നടന്ന വഴിയാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഒരു മോർണിംഗ് വൈബിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വാക്ക് നടത്താം. എന്തൊക്കെയാണ് ഇവിടുത്തെ മോർണിംഗ് കാഴ്ചകളിൽ നിന്ന് നോക്കി നോക്കാം. ഇപ്പോൾ സമയം ഏകദേശം 7:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ലേറ്റായിട്ടാണ് മോർണിംഗ് ആവുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലേറ്റായിട്ട് എണീച്ചത്. പിന്നെ പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ ഗൈസ്, നല്ല തണുപ്പാണ്. നമുക്ക് കോട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു ഏരിയയിൽ കൂടെ നടക്കാനേ സാധിക്കില്ല. ഇതിനേക്കാട്ടിലും കൂടുതൽ തണുപ്പുണ്ട്. എന്നോട് ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ ഈ ഉസ്ബെക്കത്തെ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. എന്തായാലും നമ്മൾ കോട്ടും ഒക്കെ എടുത്ത് സെറ്റ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓൾറെഡി നമ്മുടെ ബുക്കിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ആ ഹോസ്റ്റലിൽ. ഏകദേശം $8, നാട്ടിലത്തെ ഒരു 960 രൂപ ഇന്ത്യൻ മണി, ഒരു 32 ദറംസ് അല്ലെങ്കിൽ 40 ദറംസിൻ്റെ ഉള്ളിലാണ് ദറംസിൽ ഈ ഒരു എമൗണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് ഇങ്ങനെ നടന്ന് കാണാം. മോർണിംഗ് നമുക്ക് ഇന്നലെ നമ്മൾ പോയ ആ ഒരു രജിസ്ഥാൻ സ്ക്വയർ രാവിലത്തെ കാഴ്ചകളും. ഒരു സ്ട്രീറ്റാണിത്. ഈ സ്ട്രീറ്റിൽ നിന്ന് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എത്തുന്നത് ഈ ഒരു രജിസ്ഥാൻ സ്ക്വയറിലാണ് കേട്ടോ. ഈ ഒരു വ്യൂ അടിപൊളിയാണ്. ഇന്നലെ നിങ്ങൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടാവുക, നമ്മൾ ആ സൈഡിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ആ സമയമാകുമ്പോൾ ഇതിൻ്റെ ബാറ്ററി ഒന്ന് ഡൗൺ ആയി. അതുപോലെ തന്നെ നമ്മൾ ചാർജിങ് സോക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോൾ നമ്മൾ അവിടുത്തെ കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ കൂടുതലായിട്ടും കണ്ടിട്ടുണ്ടാവുക. ഇനി നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഈ ഒരു സൈഡിൽ ഈ ഒരു ഫുട്പാത്തിലൂടെ നമുക്ക് അങ്ങോട്ട് നടക്കാം. അപ്പം ഇന്ന് മോർണിംഗ് ജസ്റ്റ് ഒരു വാക്കിന് നമ്മൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയയിട്ട് നടക്കുകയാണ്. അതിൻ്റെ മുകളിലൊരു 3 ഇതേമാതിരത്തെ മദ്രസാസ് എന്നാണ് ഇവർ പറയുക, ആ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ നടക്കുന്ന വഴിയിലുള്ള മരങ്ങളൊക്കെ നോക്കി നോക്കി, ഇത് ഭംഗിയാണ് കാണാൻ, അടിപൊളിയാണ് കേട്ടോ. സെറ്റ് വേറെ വൈബ് സ്ഥലം, എന്ത് രസമാണല്ലേ കാണാൻ. അപ്പോൾ നമുക്ക് നടക്കാം ഈ ഒരു ഏരിയയിൽ. ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഷോപ്പുകളാണ് കേട്ടോ. ഇതൊക്കെ ഷോപ്പാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഷോപ്പുകളാണ് വരുന്നത്. അതേമാതിരത്തെ നല്ലൊരു ഫുട്പാത്ത്, അടിപൊളി, നല്ല ക്ലീനാണ്. ഈ ഇല പൊഴിയുന്നത് ആ സെയിം ടൈമിൽ തന്നെ അവർ മാക്സിമം ഇത് വെൽ ക്ലീൻഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ഒരു സ്ട്രീറ്റ് വരുന്നത്. ഇതിൽ കൂടെ ഒക്കെ നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയാസ് ഉണ്ട് കേട്ടോ. ഈ മരങ്ങളൊക്കെ നോക്കി, മരം നോക്കും, അങ്ങനെ ഒരു ഫുട്പാത്താണ്. ജസ്റ്റ് ഇവിടെയൊക്കെ ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് ഫസ്റ്റ് എൻ്റെ ഉസ്ബെക്കിസ്ഥാൻ ഇംപ്രഷൻ തന്നെ എനിക്ക് സെറ്റാണ്, ഒരു രക്ഷയില്ല. പക്ഷെ കൂടുതൽ ഈ ഒരു മദ്രസാസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. എന്നാലും നമുക്കൊക്കെ ഒരു പുതിയ കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോയിട്ട് അവിടെ കൂടുതൽ മദ്രസാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. പിന്നെ ഉസ്ബെക്ക് പീപ്പിൾ ഒരു രക്ഷയില്ല, നല്ല ഫ്രണ്ട്ലിയാണ്, നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ജനങ്ങളാണ് ഉസ്ബെക്കിസ്ഥാനിലുള്ളത്. ഇതാണ് ഈ ഒരു സ്ട്രീറ്റ്. കാലൊക്കെ മരവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാട്ടിലും തണുപ്പാണ് ഉസ്ബെക്കിസ്ഥാനിൽ. അപ്പോൾ ഇനി കസാഖിസ്ഥാനിലോട്ടും നമ്മൾ ഈ ഒരു യാത്രയിൽ പോകുന്നുണ്ട്. ആ കസാഖിസ്ഥാൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല ഗൈസ്. ഉസ്ബെക്കിസ്ഥാനേക്കാട്ടിലും കൂടുതൽ തണുപ്പ് കസാഖിലാണ്.
അപ്പോൾ ഇന്നലെ നമുക്ക് കൂടുതലായിട്ട് ഫുട്ടേജ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ ഗോപ്രോ അതുപോലെ തന്നെ ഐഫോണത്തൊക്കെ ബാറ്ററി തീർന്ന്, അപ്പോൾ സോക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അവിടെ നോക്കി ഗൈസ്, എന്ത് രസമാണ്. ആ ഒരു ക്യാമറയിൽ എത്രത്തോളം വിഷ്വലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ആ ഒരു ബ്ലൂ ടോമൊക്കെ നോക്കി സെറ്റ്. ഇത് നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ടില്ല, പുറത്തത്തെ കാഴ്ചയാണ് കേട്ടോ. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ. ഒരു രക്ഷയില്ല ഗൈസ്. ഈ ഒരു ഏരിയ ഒരു വൺ ടൈമൊക്കെ നമ്മൾ കാണേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. ഇത് മാത്രമല്ല, ഈ യാത്രയിൽ നമ്മൾ കാണുന്ന പല കാഴ്ചകളും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ് ഗൈസ്. ഇത് രസമാണ്. അപ്പോൾ ഇത് അതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ, പുറം ഭാഗമാണ്. എന്നിട്ട് നമുക്ക് ഇനി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ഫ്രണ്ടിലേക്ക് പോവാം. അതിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാനുള്ള വഴി നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഈ ഒരു ഓട്ടം സീസൺ കഴിയാനുള്ള ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ. ഈ ഇലയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് ഇത് അവരൊക്കെ ഈ ഇലകളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഒരു ഇലകളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട്. സലാം ഇന്ത്യ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. ഇവിടെ ഒരു ആർട്ട് ഗാലറിയാണ്. ഇതിന് അന്നലെ കയറി, വലിയ ഇതൊന്നുമില്ല. പക്ഷേ ഇതാണ് ഈ ഒരു ഫുട്ടേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ മെയിൻ റോഡ് പോകുന്നുണ്ട്. നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന ഏരിയയാണ്. അപ്പോൾ ഇതിലൊക്കെ ഈ ഒരു ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ നല്ല ഫ്രണ്ട്ലി ഉള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരെ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. സലാം 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 സലാം. Oh, I'm from India, Hindus. Avlod. Thank you. India. Yeah. Salam. India zor. Zor. Ayyo, Uzbek zor. Why? Shohrukhan, Amitabh Bachchan. Oh, Salman Khan. Salman Khan. Wow. Sure, huh? Ayyo. Okay. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൾക്കാർ. Oh. നല്ല രസം. റഹ്മാൻ. സലാം. അപ്പോൾ നല്ല ആൾക്കാരാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഇവരുടെ സംസാരിക്കാൻ. നമുക്ക് ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇവരുടെ ഭാഷ അറിയില്ല. നമ്മൾ പറയുന്ന ഭാഷ ഇവർക്കും തിരിയില്ല. അപ്പോൾ മുറിയൻ ഭാഷയിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കും. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ താങ്ക് യു, ശുക്രൻ എന്നൊക്കെ പറയുന്ന ഇതാണ് റഹ്മത്ത്. സലാം സ്വാഭാവികമായിട്ടും അസ്സലാമു അലൈക്കും, ഹായ് എന്നൊക്കെ പറയുന്ന ആ ഒരു ടോണിലാണ് ഉസ്ബെക്കിൽ. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിലൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഈ ഒരു 3 ഫേസിങ് ആയിട്ടുള്ള മദ്രസാസ് ലക്ഷ്യമാക്കിയിട്ടാണ് നടക്കുന്നത്. ഇതിൻ്റെ ഒരു പുറം ഭാഗം കണ്ടിട്ട് ഞങ്ങൾ എന്ത് ഭംഗിയാണ്. ഈ ഒരു മരങ്ങളാണ് ഇവിടെ മാക്സിമം ഈ ഒരു ഉസ്ബെക്കിൻ്റെ ഈ ഒരു ഏരിയയിലൊക്കെ ഭംഗിയാക്കുന്നത്. ഈ ഒരു മരങ്ങളാണ്. ഇപ്പോൾ ഓട്ടം സീസൺ ലാസ്റ്റ് ടൈമാണ്. അതാ മഞ്ഞ കളറിൽ ഇലകളൊക്കെ പൊഴിയാനായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കോമഡേഷനിൽ തന്നെ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് കഴിക്കേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മുടെ പാക്കേജ്, അതായത് ആ റൂം booking.com വഴിയാണ് ഞാൻ റൂം ബുക്ക് ചെയ്തത്. അതിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടോളി. ഇത് എൻ്റെ ഒരു എനിക്കറിയില്ല, ഐ ഗസ് ഇറ്റ്സ് മക്ബറ അങ്ങനത്തെ കാര്യങ്ങളായിട്ട് തോന്നുന്നു. എന്തോ അറിയില്ല, ഓരോരോ കല്ലറകളുടെ ആ ഒരു ഇതിൽ കാണാനുണ്ട്. ഇതിങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു പാർക്ക് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ആ പാർക്ക് ഇപ്പോൾ നമ്മുടെ താജ്മഹൽ, ഇപ്പോൾ ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്ത് ഇത് നാട്ടിലത്തെ താജ്മഹലാണോ എന്നൊക്കെ ചോദിച്ച്. താജ്മഹലൊക്കെ ഈ ഒരു എന്താ പറയുക ആർക്കിടെക്ചറിനൊക്കെ വന്ന ഒരു ഫോം തന്നെയാണ്. കാരണം കൂടുതലും ഉസ്ബെക്ക്, റഷ്യ അങ്ങനത്തെ ഒരു ഇസ്ലാമിക് കൾച്ചറിൽ തന്നെയാണല്ലോ താജ്മഹലും ഇതൊക്കെ ഫോം ചെയ്തത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് വന്നിട്ട് പിന്നെ എത്തുന്നത് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഒന്നുമല്ല, ഒരു ബാക്ക് സൈഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ നടന്ന് വരുന്നത് ഇങ്ങനത്തെ ഒരു ഏരിയക്കാണ് കേട്ടോ. ഈ ഏരിയ നോക്കി
നല്ല രസമുണ്ട് കാണാൻ. സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഗായ്സ് ഇവിടെ ടിക്കറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതെനിക്കറിയില്ല. ഇന്നലെ ഈ കാണുന്ന ഈ ഡോർ ഓപ്പൺ ആയിരുന്നു. ഇവിടെ കസാക്ക് ലോക്കൽസൊക്കെ ഇതിനെ കയറി പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ക്യാമറ ആയിട്ട് വന്നപ്പോൾ ഞാൻ കസാക്കിൽ നിന്ന് പുറത്തുനിന്നുള്ള ആളാന്നുള്ള ഒരു രീതിയിലായിരിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ, ടൂറിസ്റ്റിനാണല്ലോ എല്ലാ സ്ഥലത്തും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷേ ഇന്നലെ ഞാൻ കയറി. ഇന്നലെ ഞാൻ ഇത് തന്നെയാണ് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയത് കേട്ടോ. നമ്മൾ ഈ സ്ട്രീറ്റിലത്തെ ആ ചെറിയ കടയിൽ നിന്ന് നമ്മൾ കുറച്ച് ഒരു 2 സ്നിക്കേഴ്സ് വാങ്ങിയിട്ടു. 2 സ്നിക്കേഴ്സും അതുപോലെ തന്നെ ഒരു വെള്ളം വാങ്ങി. കാരണം നമ്മുടെ ഹോം സ്റ്റേ നടത്തുന്ന ആ ഒരു വീട്ടിൽ 2 ചെറിയ പിള്ളേരുണ്ട്. ആ ചെറിയ പിള്ളേർക്ക് ഞാൻ ഒരു ബൗണ്ടി കൊടുത്ത്. അപ്പോൾ അവിടെ 2 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ പുറത്ത് ഒന്ന് നടക്കാൻ ഇറങ്ങിയ ടൈമിൽ 2 സ്നിക്കേഴ്സ് വാങ്ങി. അതുപോലെ തന്നെ ഒരു ലിപ്റ്റൻ്റെ ഒരു വെള്ളം വാങ്ങിയിട്ടോ. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വെള്ളം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദാഹിക്കുന്നുണ്ട്, നമുക്ക് ഇത് കുടിക്കണം. അപ്പോൾ നമ്മൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇനി ഞാൻ ഈ കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ട ഈ ഒരു വില്ലേജ് തന്നെ ഇരിക്കാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു വിരസത തോന്നും. അപ്പോൾ ഈ ഒരു വില്ലേജ് കണ്ടില്ലേ, ഈ 2 സൈഡിലും വീടുകളാണ് കേട്ടോ. ഇവിടെ കൂടുതൽ ആൾക്കാരും ഈ ഒരു ഹോസ്റ്റൽ ടൈപ്പിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇത് നോക്കൂ. ഇത് എല്ലാ വീടിൻ്റെയും ഒരു ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു പൈപ്പും പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വേസ്റ്റ് വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലൂടെ ആയിരിക്കും പോവുക എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇവിടെ പുറത്ത് സൈഡൊന്നും ഒരു വേസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം റോഡൊക്കെ നോക്കി ക്ലീനാണ്, നല്ല വൃത്തിയുള്ള ഒരു വില്ലേജാണ്. ഇപ്പം നമ്മൾ ഉള്ളിൽ കയറിയാലും അതുപോലെ തന്നെ ഈ ഓരോ ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ അടുത്താണെങ്കിലും നല്ല ക്ലീൻനെസ്സാണ് എനിക്കിവിടെ വന്നിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് അവർ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഹോം സ്റ്റേത്തെ ആളുകളോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കണം. കാരണം ഇത്രയും ക്ലീനായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. വെൽ ക്ലീനാണ്. ഒരു കച്ചറിയോ പ്ലാസ്റ്റിക്കോ ഒന്നും ഇവിടെ ഇല്ല. ഈ മരത്തിൻ്റെ ഇലകൾ വീണ് കിടക്കുന്നുണ്ട്. അത് ഓരോ ടൈമിൽ ഈ ഒരു ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്നിട്ട് ക്ലീൻ ആക്കണമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിലോട്ട് തിരിച്ചെത്തിട്ടോ. ഹോം സ്റ്റേയിലോട്ട് തിരിച്ചെത്തി ഇനി നമുക്ക് ഫ്രഷ് ആവണം. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് നേരെ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കണം. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് ഹോം സ്റ്റേ. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ ഇരുന്നിട്ടാകും ഭക്ഷണം കഴിക്കുക. വാക്ക് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സലാം. വലൈക്കും സലാം. How did you sleep? Very good, Your very good. breakfast is ready. Please Yeah. come. Thank you. Thank you so much. ഇതാണ് ഇവരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. This is our kitchen. This is also for guests. They can use. They can feel like their house. Yesterday sleep also very well. Yeah, Thank enjoy. you. Yeah. Thank you, brother. Enjoy your day. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. Can you say what we have today breakfast? ഇതാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. Grapes, apple, butter, jam. This is our jam. My mother and my wife make this jam. Okay. bread. Our bread is Samarkand bread and pumpkin. Big pumpkin. Coffee, sugar. Now my wife Making. cook for you eggs if you like it. Yeah, eggs is okay. It's okay. Okay, thank you. Rahmat. Enjoy. Yeah, Rahmat. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ഇപ്പോൾ ഒരു ബുൾസൈ കൊടുന്ന്, അതുപോലെ തന്നെ ഒരു
ബ്രെഡ്, ഒരു ദോശ ടൈപ്പ്, പിന്നെ ബട്ടർ, ഹണി, ബ്രെഡ്, ആപ്പിൾ, ഗ്രേപ്സ്. ഇതാണ് അവരുടെ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. കിച്ചണും കാര്യങ്ങളൊക്കെ ഇതാ വരുന്നത്. അപ്പോൾ നമ്മുടെ ഹോസ്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി ആൾക്കാരാണ്, നല്ല രസം. ഐ എം എൻജോയിങ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനത്തെ പള്ളികൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഉസ്ബെക്കിസ്ഥാനിൽ ജുമ ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലൊരു പള്ളിയിലാണ്. അങ്ങനെ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് വന്നു. ഇപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമാണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചത്, ഉസ്ബെക്കിസ്ഥാൻ ഓൾറെഡി തണുപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ബീം കണ്ടോ, ഇതാണ് നമുക്ക് വെള്ളം ഹീറ്റ് ചെയ്യാനുള്ള, അതിൻ്റെ അവിടെയാണ് വെള്ളം ഹീറ്റ് ചെയ്യുന്ന ഇത് വരുന്നത്. ഇത് ഒരു ചെറിയ ചൂടുണ്ട്. ഈ ഒരു ചൂട് ഈ ഒരു റൂമിൽ ആവുന്ന സമയത്ത് ഈ റൂമും അത്യാവശ്യം ഒരു തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഹീറ്റ് ഈ റൂമിലുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു റൂം. അപ്പോൾ അതിൻ്റെ മറുഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഹോസ്റ്റലാണ്. 3 ആൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. ഒന്ന് ഇവിടെ, ഒന്ന് അവിടെ, ഒന്ന് അപ്പുറത്ത്. ഇതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു പ്രൈവസി, ഒരു ഏരിയ കിട്ടും. ക്രൗഡഡ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ 3 ആളുണ്ട് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്കൊരു പ്രൈവസി ഉള്ള ഒരു സെറ്റിങ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു സിംഗിൾ പാർട്ടീഷനിലൊക്കെ നിൽക്കുന്ന ഒരു ഫീല് കിട്ടും. അപ്പോൾ ഇതാണ് ബാത്റൂം. അപ്പോൾ ബാത്റൂമിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ചെറിയൊരു സ്പേസിലാണ് ഈ ഒരു ഹീറ്ററിൻ്റെ ഒരു സെറ്റപ്പ് ഉള്ളത് കേട്ടോ. ഇതാണ് ഹീറ്റർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്വിച്ച് കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കും. ഓഫാക്കാം, ഓണാക്കാം. ഈ ഒരു സ്വിച്ച്, ഈ ഒരു തിരിക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഓഫായി. ഇത് നേരെ മുകളിലോട്ടായി കഴിഞ്ഞാൽ ഇത് ഓണായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് മെത്തേഡ്. ഇനി നമുക്ക് ബാത്റൂം, ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. നല്ല ക്ലീനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കൂളിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഉസ്ബെക്കിസ്ഥാനത്തെ പള്ളി വിശേഷങ്ങളും കൂടി ഒന്ന് കാണണം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഹോം സ്റ്റേയോട് വിട പറയണം. അപ്പോൾ ഇതുവരെ ആയിക്കാരം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നുണ്ടാവുക. അടുത്ത ഭാഗം ഇനി അടുത്ത എപ്പിസോഡിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസ് നമ്മൾ ട്രൈ ചെയ്യും. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും.